ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത്. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഭൂരിഭാഗം ആൾക്കാരും യാത്രയോട് താല്പര്യമുള്ളവരാണ്. ഞാൻ എൻ്റെ 14ാമത്തെ വയസ്സോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. അന്ന് വലിയ വലിയ ചേട്ടന്മാരുടെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. പത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ യാത്ര ആദ്യം തുടങ്ങിയത്. ആ സമയത്തൊക്കെ നമ്മൾ ഏകദേശം ഒരു 15 വയസ്സ് 14 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് ഉള്ള ഡ്രസ്സ് എടുക്കുക, നേരെ പോവുക, ആ സ്ഥലങ്ങളൊക്കെ പോയി കാണുക, തിരിച്ചു വരിക. ഓരോ കാലഘട്ടങ്ങൾ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ക്യാമറ, ഫ്ലാഷ്, ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങൾ വന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ മൊബൈൽ ഫോൺ വന്ന്, അതിനുശേഷം ലാപ്ടോപ്പ് വന്ന്. അപ്പോൾ നമ്മുടെ യാത്രകളിൽ നമ്മുടെ വസ്തുക്കളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാമറകൾ തന്നെ ചിലപ്പോൾ ഒരു രണ്ട് വിധത്തിലുള്ള ക്യാമറ ഉണ്ടാവും. മൊബൈൽ ഫോൺ ഉണ്ടാവും 2 എണ്ണം. പിന്നെ ഈ പറഞ്ഞ ലാപ്ടോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാർജർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഒരു യാത്ര പുറപ്പെടണമെങ്കിൽ മുമ്പ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ബാഗിൽ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോഡ്ജൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, മിക്ക യാത്രകളിൽ എങ്ങനെ വന്നാലും എവിടെയെങ്കിലൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ 1, 2, 3 ചിലപ്പോൾ 4, 5 പേരൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ഒറ്റ റൂമിലായിരിക്കും ചിലപ്പോൾ കഴിയുന്നത്. അപ്പോൾ ആ റൂമിലൊക്കെ എല്ലാവരും മൊബൈൽ ഫോണും ബാറ്ററി ചാർജറും ലാപ്ടോപ്പ് ചാർജറും ഇതൊക്കെ കുത്താനുള്ള പവർ പ്ലഗ് ഉണ്ടാകാറില്ല. മിക്കപ്പോഴും എന്താ പറയുക, ഒരാൾ കുത്തി അടുത്ത ആൾ വെയിറ്റിങ്ങിലായിരിക്കും. അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇന്ന് കൊണ്ട് കടക്കാവുന്ന രീതിയിലുള്ള ഭംഗിയുള്ള ഒരു പവർ പ്ലഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇത് കേബിള് ഈ വയറിൽ നിന്ന് ഏകദേശം ഒരു 7 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. മൂന്ന് കളറും കട്ട് ചെയ്തെടുക്കണം 7 ഇഞ്ച് നീളത്തിൽ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് ഇത് ചുറ്റിയെടുക്കുക. അങ്ങനെ മൂന്ന് കളറിൽ അത് പവർ പ്ലഗ് എടുക്കുക. പവർ പ്ലഗ് എടുത്തിട്ട് ഈ യെല്ലോയും ഈ പച്ചയും കൂടി ഉള്ളതാണ് എർത്ത്. ആദ്യം സെറ്റ് ചെയ്യുക.
ഓക്കെ. അടുത്തത് നമുക്ക് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ഇത് കൊടുക്കുക. കറണ്ട് വന്നത് പവർ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിൽ. അത് റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത് കൊടുത്തതിന് ശേഷം ഉള്ള വീഡിയോ കാണിക്കുക. അപ്പോൾ ഈ സ്പേസിലൂടെ കടത്തി ഒരു പവർ പ്ലഗിൻ്റെ ഹോളിലൂടെ ഇപ്പുറത്തേക്ക് വയറ് എടുത്തിട്ടതിന് ശേഷമേ ഈ പ്ലഗിൻ്റെ വയറൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിൽ റെഡ് വയറും ലെഫ്റ്റിൽ ബ്ലാക്കും സെൻട്രലായിട്ട് യെല്ലോയും ഒരു പച്ച കളർ ലൈനുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. അപ്പോൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത് ഫസ്റ്റ് പ്ലഗിൽ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത്, അതായത് പവർ നേരിട്ട് വന്ന പ്ലഗാണത്. ഈ പ്ലഗിലാണ് നമ്മൾ ഒരു 7 ഇഞ്ച് നീളത്തിൽ 3 വയർ കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് പവർ വന്ന പ്ലഗാണത്. ഇതിൽ നിന്നാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള 3ലേക്ക് പോണത്, പവർ സപ്ലൈന് പോണത്. അപ്പോൾ ഈ വയറൊക്കെ സൂക്ഷിച്ച് കൊടുക്കണം, നോക്കി കൊടുക്കണം. ബ്ലാക്ക്, റെഡ്, പിന്നെ പച്ച. അപ്പോൾ ഇൻഡിക്കേറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്യാപ്പിലേക്ക് വയറിടുക. ധൃതി കൂട്ടണ്ട, പതുക്കെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പവർ പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്ത് ഇതാണ്. ഇത് ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ അടുത്ത റൈറ്റ് സൈഡിലുള്ള പവർ പ്ലഗ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ പവർ പ്ലഗും സെറ്റ് ചെയ്ത് വയറ് 3 വയറും കൊടുത്ത് ഗ്രീനും ബ്ലാക്കും റെഡും കൊടുത്ത് ഇത് ചെരിച്ച് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. മറ്റേത് ആദ്യത്തെ സെറ്റ് ചെയ്തത് പവർ പ്ലഗ് ഉണ്ട്, നേരെയാണ് വെച്ചിരുന്നത്. ഇത് നമ്മൾ ചെരിച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിൻകുത്താം, ഇതിങ്ങനെ സ്ട്രെയിറ്റും കുത്താം. അപ്പോൾ രണ്ടാമത്തെ ചെയ്ത് ഇനി മൂന്നാമത്തെ താഴെയാണ്. മൂന്നാമത്തെ വയർ 3 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. മൂന്നാമത്തെ പവർ പ്ലഗും സെറ്റ് ചെയ്ത് പിന്നെ 4ഉം ചെയ്ത് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ഒന്നും സെറ്റ് ചെയ്യാൻ ബാക്കിയില്ല. ഇതിൻ്റെ റെഡ് വയർ എല്ലാത്തിൻ്റെയും റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിലാണ്, പ്ലഗിലാണ് വരുന്നതെല്ലാം റൈറ്റ് സൈഡിൽ, ബ്ലാക്ക് ലെഫ്റ്റിലും. അങ്ങനെ 4 പവർ പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് ഈ ബോക്സ് കംപ്ലീറ്റ് സ്ക്രൂ ഇട്ട് മുറുക്കണം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഇട്ട് മുറുക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് പിന്നാണ് കണക്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം ഏകദേശം പൂർണ്ണമായി. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഈ ബോക്സ് കംപ്ലീറ്റ് സ്ക്രൂ ഇട്ട് മുറുക്കാം. ഓക്കെ. ഏകദേശം അവസാന വർക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത്
ഈ ബോക്സ് പിന്നെ പവർ പിന്നൊക്കെ പവർ പ്ലഗൊക്കെ സെറ്റ് ചെയ്ത് 4 ഇൻഡിക്കേറ്റർ എല്ലാം കറക്റ്റ് ചെയ്ത് ഇനി ഇലക്ട്രിക്കൽ പിന്നുണ്ട്, ഇതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണി പൂർണ്ണമായി. അപ്പോൾ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പവർ പ്ലഗ് ബോക്സിൻ്റെ പണി കഴിഞ്ഞ് ഏകദേശം പണി കഴിഞ്ഞെന്ന് ഉദ്ദേശിച്ചത് വർക്ക് ഫിനിഷായി, തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ 4 പവർ പ്ലഗ് പിന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യിച്ച് നോക്കാം. ആദ്യം ലൈൻമാൻ ഉണ്ടാകും നോക്കണ്ടവന്. ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് അപ്പോൾ ഇത് വർക്കിംഗ് ആയി. കണ്ടോ, എല്ലായിടത്തും ഓക്കെ. ഇപ്പോൾ 4 വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിനി മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ പവർ പ്ലഗ് ബോക്സ് എല്ലാം റെഡിയായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പവർ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടൂറൊക്കെ പോകാൻ നല്ലതായിരിക്കും. കാരണം ഒതുങ്ങിയിരിക്കുന്നതാണ്, നമുക്ക് ബാഗിലൊക്കെ സൂക്ഷിച്ചു കൊണ്ടാവുന്ന ഒരു പവർ ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കാം. ആവശ്യക്കാർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരും. അധികം പൈസയൊന്നും വരില്ല, കുറച്ച് പൈസ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു ഉണ്ടാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പവർ പിൻ ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞ് നല്ല കിടിലൻ ബോക്സാണ്. 4 പവർ പിൻ ഉണ്ട്. നമുക്ക് യാത്രകളിലൊക്കെ കൊണ്ടു നടക്കാവുന്ന രീതിയിൽ, ബാഗിലൊക്കെ വെച്ചുകൊണ്ട് കിടക്കാവുന്ന രീതിയിലുള്ള ബോക്സാണ്. ചെറിയ ബോക്സാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ക്ലിയർ ഷീറ്റിൽ ഉള്ള വർക്ക് ചെയ്തുകൊണ്ട് ഇതിനുള്ള വയറൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കാവുന്നതാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ആർക്കും കഴിയും, പക്ഷേ ഇത് ഉപകാരമുള്ളതാണിത്. നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. അതുകൂടാതെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.